7 കൊല്ലം മുമ്പ് ഒരു പരാതി വരികയാണ് ഒരു അധ്യാപകനെതിരെ. അതായത് ഒരു വിദ്യാർത്ഥിയാണ് പരാതി നൽകിയിരിക്കുന്നത്. പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ അധ്യാപകൻ പീഡിപ്പിച്ചു എന്നുള്ള തരത്തിലാണ്. അയാളുടെ ആ ഒരു സ്ഥാപനം തന്നെയാണത്. അങ്ങനെ ആ സ്ഥാപനത്തിനെതിരെ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾ എല്ലാവരും ചേർന്നിട്ട് എന്ന് പറഞ്ഞാൽ പ്രക്ഷോഭം ആരംഭിച്ചു. അതുപോലെ പോലീസ് വന്നു. അങ്ങനെ ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നെ ഈ സ്ഥാപനം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീൽ ചെയ്യുകയാണ്, പൂട്ടിപ്പോവുകയാണ്. അതിനുശേഷം ഈ അധ്യാപകന്റെ കുടുംബം നശിച്ചു. അതായത് മക്കളെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ കാണുമ്പോഴേ ഓടി ഒളിക്കാൻ തുടങ്ങി. ഭാര്യ പറഞ്ഞു എനിക്ക് നിങ്ങളെ കാണണ്ട എന്ന് പറഞ്ഞു. ബന്ധുക്കൾ പറഞ്ഞു നീ ഏരിയയിലേക്ക് വരണ്ട എന്ന് പറഞ്ഞു. അച്ഛനും അമ്മയും വരെ ഇയാൾ ഇറക്കി വിട്ടു എന്നുള്ളതാണ്. അതിനുശേഷം ഇയാൾ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്ത് പോകുന്നു. അവിടെ എത്തിയപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളെ പീഡിപ്പിച്ചവനല്ലേ എന്നുള്ള തരത്തിൽ ഇയാളെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല്ലെറിയുകയാണ് ചെയ്തത്. അതിനുശേഷം അയാൾ പല സ്ഥലങ്ങളിലും പോയിട്ട് തോട്ടിപ്പണി വരെ എടുത്തിട്ടുണ്ട്. ആ ഒരു അധ്യാപകനാണ്. അതായത് സമൂഹത്തിൽ നല്ല രീതിയിൽ പിന്നെ ജീവിച്ച ഒരു വലിയൊരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോയ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചു വിട്ട ഒരു അധ്യാപകനെതിരെ ഇതുപോലൊരു പരാതി വന്നപ്പോഴേ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകന് നിൽക്കക്കള്ളിയില്ലാതെ ശരിക്കും അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജീവൻ ഒടുക്കാത്തത് ഈ സത്യം എന്തെങ്കിലും തെളിയും എന്ന് അത് തെളിയിച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് മരിക്കാൻ വേണ്ടിയിട്ട് എന്നാണ് അയാൾ പറയുന്നത്. ഏതായാലും അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു. അയാൾക്കിത് തെളിയിക്കാനോ അല്ലെങ്കിൽ കേസ് തീർക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. അതുമാത്രവുമല്ല ഇനി കേസ് തീർന്നാൽ തന്നെ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തെളിവില്ലാതുകൊണ്ടല്ലേ അവൻ ചെയ്തിട്ടുണ്ടാകൂടെ, അവൻ ചെയ്യാത്തവനൊന്നുമല്ല എന്നുള്ള തരത്തിലായിരിക്കും എല്ലാവരും പറയുക. അതും ഇയാൾക്കൊരു മാനസിക വിഷമം ഉണ്ടാക്കി. അങ്ങനെ ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ ഇതൊക്കെ എല്ലാവരും മറന്നു. ഈ അധ്യാപകനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന എല്ലാ പണിക്കും പോകും. അതായത് കൂലിപ്പണിക്ക് പോകും. അതുപോലെ ഈ പിന്നെ അവൻ്റെ കക്കൂസ് തോണ്ടാൻ വരെ ആ മനുഷ്യൻ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാരണം വേറൊരു പണിയും കൊടുക്കൂല. എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ പീഡിപ്പിച്ച ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ പണിക്ക് എന്ന് കഴിഞ്ഞാൽ പറയും നിങ്ങൾ ഇവിടെ പണിയണ്ട കേട്ടാ. അത് നേരെ മറിച്ച് പറഞ്ഞാൽ ഈ കക്കൂസ് തോണ്ടാനോ അങ്ങനെ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അയാൾക്ക് ഈ ജോലി കൊടുക്കും. അല്ലാതെ അയാൾക്ക് ഒരു ജോലിയും കൊടുക്കത്തില്ല. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം, അതായത് ഈ പഠിത്തമൊക്കെ കഴിഞ്ഞു, ആ പെൺകുട്ടിയാണെങ്കിൽ വിവാഹിതയായി, അതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വേറെ എവിടെ ജോലിയും കാര്യങ്ങളിലൊക്കെ പോകുന്നു. പിന്നീട് ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി അധ്യാപകനെ പറ്റി അറിയുകയാണ്. അതായത് ആ കുട്ടിക്ക് ഇപ്പോൾ പിന്നെ ഭർത്താവുണ്ട്, കൊച്ചുങ്ങളെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞതിൻ്റെ ഇപ്പം അറിയുമ്പോൾ ഈ അധ്യാപകൻ്റെ സ്ഥിതി അറിഞ്ഞപ്പോൾ ആ പെൺകുട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പരാതി കൊടുത്ത പെൺകുട്ടി ശരിക്കും ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് കൊടുത്തിരിക്കുന്ന പരാതി വ്യാജമാണ്. അതായത് മറ്റുള്ളവരുടെ പ്രേരണയിൽ ഇയാളുടെ സ്ഥാപനം പൂട്ടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണെന്ന് ആ പെൺകുട്ടി പോയിട്ട് കോടതിയിൽ പറയുന്നു. അതുമാത്രവുമല്ല പള്ളിയിൽ പോയിട്ട് ഈ ജോമോൻ എന്ന് പറയുന്ന ഈ അധ്യാപകൻ നിരപരാധിയാണെന്ന് ഇയാളോട് മാപ്പ് ചോദിക്കുന്നു ഇയാളുടെ കുടുംബത്തോട് എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. നിങ്ങളൊന്ന് അവസ്ഥ ആലോചിച്ച് നോക്കണം. അതായത് 7 വർഷം ആ മനുഷ്യൻ്റെ കുടുംബം പോയി, അതുപോലെ കുട്ടികൾ പോയി, അയാളുടെ ജീവിതം തന്നെ തുലഞ്ഞില്ലേ. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഈ പെൺകുട്ടി വന്ന് പറയുകയാണ് അതായത് എനിക്ക് മാപ്പ് തരണം, ഞാൻ പ്രേരണയിൽ ചെയ്തു പോയതാണെന്ന്. നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രേരണ കുറ്റം ആരാണ് ഈ പരാതി കൊടുക്കാൻ പ്രേരിപ്പിച്ചത്, ആരാണ് ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായി അന്വേഷിച്ചതിന് ശേഷം ഈ ചെറ്റകളുടെ മുഴുവൻ സ്വത്തുകൾ കണ്ടുകെട്ടിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കിട്ടുന്ന കോടികളായാലും കോടികൾ, ലക്ഷങ്ങളായാലും ലക്ഷങ്ങൾ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ജപ്തി ചെയ്തിട്ട് ഈ അധ്യാപകന് കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇതുപോലുള്ള പോക്രിത്തരം കാണിക്കുന്നവന്മാർക്കുള്ള ശിക്ഷ ഇതായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള ജോമോമാർ ഇനിയും വളർന്നു വരും എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വ്യാജ പരാതികൾ വരും. അപ്പോൾ ഇതുപോലുള്ള ജോമോമാർ തെരുവിലിറങ്ങേണ്ടി വരും. അതായത് ഈ പെൺകുട്ടി ആ പരാതിയിലെന്ന് ഉറച്ചു നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് അയാളുടെ കുടുംബം പോയി. അയാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കൾ കല്യാണ വീട്ടിൽ നിന്ന് വരെ അയാളെ ആട്ടി ഓടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ മനുഷ്യൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അയാൾ 7 വർഷം ആ ഒരു നിരപരാധിയായ മനുഷ്യൻ എത്ര നല്ല സ്ഥിതിയിൽ ജീവിച്ചതെന്നറിയോ. അതായത് വലിയ വീടുണ്ടായിരുന്നു, കാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള ആ ഒരു മനുഷ്യൻ ഈ ഒരൊറ്റ പരാതിയുടെ പുറത്ത് ഒരു ദിവസം കൊണ്ടെന്ന് പറഞ്ഞാൽ അയാളുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് തകർക്കപ്പെട്ടു. അതുപോലെ തന്നെ അയാളാണെങ്കിൽ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ആ മനുഷ്യൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹം കൃത്യമായിട്ട് ചർച്ച ചെയ്യേണ്ടത് ഈ ജോമോനെ പറ്റിയിട്ടാണ്. അതായത് ഇയാളെ പോലെയുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഏതെങ്കിലും ഒരുത്തം പറയും കൊണ്ടുപോയിട്ട് ഒരു പരാതി കൊടുപ്പിക്ക്, അവൻ്റെ സ്ഥാപനം നമുക്ക് പൂട്ടണം. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരമായിരിക്കാം, ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ എന്തെങ്കിലും ഒരു വൈരാഗ്യമായിരിക്കാം. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരയാക്കപ്പെടുന്നത് എൻ്റെ അഭിപ്രായത്തിന് ഇതുപോലുള്ള ജോമന്മാരാണ്. അവിടെ ആ പെൺകുട്ടീനെ കൊണ്ട് കൊടുപ്പിച്ചവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഇപ്പോൾ ഉന്നതിയിൽ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷെ ആലോചിച്ചിട്ടുണ്ടോ ജോമോൻ്റെ ഭാര്യ, മക്കൾ, അവരുടെ അവസ്ഥ, അവരുടെ അമ്മയുടെ അവസ്ഥ?
ഈ 7 വർഷം എന്ന് പറഞ്ഞാൽ തൻ്റെ ഭർത്താവിനെ വെറുത്ത ആ ഒരു സ്ത്രീയുടെ അവസ്ഥ, അതുപോലെ ഈ പിന്നെ ബന്ധുക്കളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ആട്ടിപ്പായിച്ച ബന്ധുക്കളുടെ അവസ്ഥ. ഇന്നലെ ആ പെൺകുട്ടി ആ ഒരു മൈക്കിലൂടെ ആ ഒരു ഇത് പറഞ്ഞ് ഈസി ആയിട്ട് പോയി. പക്ഷേ ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോഴെങ്കിലും പറയാൻ തോന്നിയല്ലോ. മനസാക്ഷി കുത്തുണ്ടാവൂലേ, നല്ല രീതിയിൽ മനസാക്ഷി ഉണ്ടാവൂലേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ പറ്റിയിട്ട് നമ്മൾ ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞപ്പോഴേ ആരുടെ പ്രേരണയിലായാലും ശരി, ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ടാകും, അമ്മ പറഞ്ഞിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ആൾക്കാർ ഇവരെ അച്ഛനെയും അമ്മേനെയും സ്വാധീനിച്ചതാകാം. അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് പരാതി വരാം. അങ്ങനെയുള്ള പരാതികൾ എൻ്റെ അഭിപ്രായം എത്രയും പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കുകയാണ് വേണ്ടത്. അതായത് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ സ്ത്രീകളോ പറഞ്ഞത് മാത്രമാണ്. അത് കഴിഞ്ഞ് കേസൊക്കെ വരുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വെറുതെ വിട്ടിട്ടുണ്ടാകും. അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ജീവിതം അങ്ങ് നശിച്ചു പോയിട്ടുണ്ടാകും. എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, ഒരുപാട് ഞരമ്പന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഞരമ്പന്മാരില്ല ഒന്നും ഞാൻ പറയുന്നില്ല. എല്ലാ ആണുങ്ങളും ഡീസൻ്റ് ഒന്നുമല്ല, എല്ലാ പെണ്ണുങ്ങളും ഡീസൻറ്റും അല്ല. അതും നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ഈ ജോമോനെ പോലെയുള്ള ഒരുപാട് പേർക്ക് ഇപ്പം പ്രതീക്ഷയായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ വാർത്ത കേട്ടിട്ടെങ്കിലും ആരെങ്കിലും വ്യാജ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ചാൻസ് തന്നെയാണ്. കാരണം നീറി നമ്മൾ ഒരു ആയുസ് മുഴുവൻ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ ഭർത്താവായിരിക്കാം ഈ പെൺകുട്ടിയുടെ അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ചത്. അതായത് പിന്നെ എന്താ പറയുക, വർഷങ്ങളായിട്ട് ചിലപ്പോൾ ഈ പെൺകുട്ടിക്ക് ഉറക്കമുണ്ടാവില്ല. അതുപോലെ തന്നെ ഇവർക്ക് ശരിക്കും മാനസികപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഈ ഭർത്താവ് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാകും, എന്താണ് നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് നിനക്ക് പറ്റിയത് എന്ന് ചോദിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ചിലപ്പോഴേ ഈ ഭർത്താവിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടാകാം. അങ്ങനെ ഭർത്താവിനെയും കൂട്ടിയിട്ടാണ് ഈ പെൺകുട്ടി അയാളോട് മാപ്പ് ചോദിക്കാൻ വന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഭർത്താവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു നല്ല വ്യക്തിയാണ്, ഒരു നല്ല മനുഷ്യനാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ഈസി ആയിട്ട് അങ്ങ് പോയി എന്നുള്ളതാണ്. അവൾക്കൊരു കുഴപ്പമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാപ്പ് പറഞ്ഞ് കഴിഞ്ഞു. പക്ഷേ ജോമോൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട പുകയായി പോയി എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇങ്ങനെയുള്ള പരാതിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കൊടുക്കുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ അവരെ ക്രൂശിക്കുമ്പോൾ നമ്മൾ രണ്ടാമതൊന്നുകൂടി ആലോചിക്കണം. ഇപ്പോഴങ്ങനെയാണ് നമ്മുടെ നാടൊക്കെ പോകുന്നത്. അതായത് നമ്മൾ എവിടെ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാലെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു വ്യാജന്മാർ അതിൽ കയറി കൂടും. ഇതിൻ്റെയൊക്കെ ആനുകൂല്യങ്ങൾ പറ്റും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ത്രീകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അതായത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവർക്ക് തന്നെയാണ് മുൻഗണന. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര്, ചില ആൾക്കാരൊക്കെ ബലിയാടാവുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഗാർഹിക പീഡന കേസിലൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ കയറാൻ കഴിയാത്ത ഒരുപാട് പുരുഷന്മാരുണ്ട്. അതായത് അവർക്കൊന്നും കയറാൻ കഴിയുന്നില്ല. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇവർക്കുള്ള ആ ഒരു ആനുകൂല്യം അത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അനുകൂലമായതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ജോമോന്മാർ നമ്മുടെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ട് എന്നുള്ളതാണ്. ഒരായുസ് മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ജീവിച്ച ജോമോന്മാർ ഒരുപാട് പേര് ഇപ്പോഴും സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വ്യാജ പരാതി കൊടുക്കുന്ന ഈ എണ്ണം കെട്ടവന്മാരെയൊക്കെ എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക, ഈ ജോമോനെ അർഹമായിട്ടുള്ള നഷ്ടപരിഹാരങ്ങൾ കൊടുക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ ഇതിനൊന്നും ഒരു അറുതിയില്ല. എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം മതി. അതായത് ഒരാളൊരു സ്ഥാപനം നന്നായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ചെയ്യുന്ന ഒരു സ്ത്രീ പീഡനമാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും നാളെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ നിന്ന് വീഡിയോ എടുക്കുന്നത്, നാളെ എൻ്റെ പേരിൽ വേണമെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു പരാതി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ആർക്ക് വേണമെങ്കിലും ഒരു പരാതി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകും. അത് തീരുമ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബം വേറെയായിട്ടുണ്ടാകും, ബന്ധുക്കൾ വേറെയായിട്ടുണ്ടാകും, ഇവൻ്റെ ജീവിതം കട്ട പുകയായിട്ടുണ്ടാകും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സമൂഹം അറിയണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ലൈക്ക് അതെനിക്ക് അവകാശപ്പെട്ടതാണ്, കമൻറ്റ് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. നന്ദി, നമസ്കാരം.